എന്താ ചിഞ്ചോ, പുതിയ വല്ല പാക്കേജുകളും ഉണ്ടോ? എന്താ റുട്ടീൻ ചെക്കപ്പ് ഒക്കെ അല്ലേ മാഡം? കയ്യൊന്ന് പൊള്ളിണ്ടായിരുന്നു. എന്തുണ്ടായി? വെള്ളം ചൂടാക്കിയിരുന്നു. പേഷ്യൻസിന് വെള്ളം ചൂടാക്കുമ്പോഴാ പൊള്ളിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നീ പോയിട്ടേ പൈപ്പ് തുറന്ന് വെച്ച് നല്ല വെള്ളത്തിലൊന്നൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ കഴുകിയിട്ട് വരൂ. അതിന് മുന്നേ ഈ വളയൊന്ന് ഊരിക്കോളൂ. കാരണം എന്താണെന്നറിയോ, വളയോ മോതിരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊള്ളലേറ്റ ആ സ്ഥലത്തുണ്ടെങ്കിൽ ഊരണം, അല്ലെങ്കിൽ അവിടെ നീര് വന്നാൽ പിന്നെ ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വള ഊരിയിട്ട് അതിന് ശേഷം പോയിട്ട് കഴുകിയിട്ട് വരൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തുണി വെള്ളത്തിലിടുക, അതിന് ശേഷം അവിടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും വെള്ളത്തിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ ചെയ്താൽ മതി. മനസ്സിലായോ? കഴുകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. മാഡം കഴുകി മാഡം. ഇനിയിപ്പോൾ എന്താ പേസ്റ്റ് എന്തെങ്കിലും തേക്കണം മാഡം? എന്താ നിത്യ നീ പറയുന്നത്? നമ്മൾ ഹോസ്പിറ്റലിലല്ലേ, നമ്മുടെ ഫാർമസിയിലുണ്ടല്ലോ മരുന്നുകൾ. നമ്മൾ സാധാരണ ഈ പൊള്ളലിന് ഉപയോഗിക്കുന്ന ഓയിൻമെൻറ്റ് എന്ന് പറയുന്നത് സിൽവർ സൾഫാഡയസിൻ എന്ന് പറയും. അതൊരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഓയിൻമെൻറ്റ് ആണ്. അതെടുത്ത് കൊണ്ടുവരിക, അത് ഈ പൊള്ളലിൽ പുരട്ടി കൊടുക്കുക. മനസ്സിലായോ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി വീട്ടിലാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ മുറിവിൻ്റെ മുകളിൽ, പൊള്ളലിൻ്റെ മുറിവിൻ്റെ മുകളിൽ പേസ്റ്റ് ആക്കരുത്, അതുപോലെ തന്നെ തേനാക്കരുത്. അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ പേസ്റ്റും തേനൊക്കെ ആക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മൾ പൊള്ളുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ കൂടും. ഒരു 40-44 ആ ഒരു റേഞ്ചിലെ ടെമ്പറേച്ചർ വരുമ്പോഴാണ് അവിടെ പൊള്ളൽ അല്ലെങ്കിൽ മുറിവാവുക. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇതൊക്കെ തേക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ആ ചൂടിന് പുറത്തോട്ട് വരാൻ പറ്റില്ല. ആ ചൂട് വീണ്ടും ഉള്ളിലോട്ട് പോയി ആഴത്തിൽ പൊള്ളലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ മുറിവിൻ്റെ മുകളിൽ പേസ്റ്റ് പുരട്ടരുത്, തേന് പുരട്ടരുത്, നെയ്യ് പുരട്ടരുത്. പിന്നെ പലരും ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഐസ് കട്ട എടുത്തിട്ട് ഡയറക്റ്റ് വെക്കുക. ഓൾറെഡി അവിടുത്തെ ടിഷ്യൂസ്, കോശങ്ങളൊക്കെ ഡാമേജ്ഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഐസ് എടുത്ത് വെച്ചാൽ വീണ്ടും ഡാമേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ കത്തിപ്പിച്ചപ്പോൾ എന്താ ചെയ്യാറ്? ഡ്രസ്സ് കത്തിപ്പിടിക്കുന്ന സമയത്ത് വേഗം ഊരാൻ പറ്റുന്ന ഡ്രസ്സുകളാണെങ്കിൽ അത് ഊരിയിടുക. ഒരു കാരണവശാലും ഡ്രസ്സ് കത്തിപ്പിടിച്ചാൽ കിടന്ന് ഓടരുത്. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് തീന് കത്തണമെങ്കിൽ എന്തൊക്കെ വേണം? ഓക്സിജൻ വേണം. അപ്പോൾ നമ്മൾ ഓടുന്ന സമയത്ത് പെട്ടെന്ന് ഓക്സിജൻ കയറും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ കത്തിപ്പിടിച്ചാൽ കഴിയുമെങ്കിൽ ആ ഡ്രസ്സ് ഊരിടുക, അല്ലെങ്കിൽ നിലത്ത് കടന്ന് ഉരുളുക എന്നാണ് പറയുക. ആ സമയത്ത് ഓക്സിജൻ കിട്ടില്ല കറക്റ്റായിട്ട്, അപ്പോൾ വേഗം തീ കെടും. പൊള്ളി കഴിഞ്ഞാൽ കുമിളകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അത് നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടിക്കണേ കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളൊരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. വീട്ടിൽ നിന്ന് കുമിളകൾ പൊട്ടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സൂചി അതൊന്നും സ്റ്റെറൈൽ ആയിക്കോണമെന്നില്ല. അതിൽ രോഗാണുക്കളൊക്കെ ഉണ്ടാവാം. അപ്പോൾ വേഗം മുറിവിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അണുബാധ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കുമിളകൾ വീട്ടിൽ നിന്ന് പൊട്ടിക്കരുത്. നമ്മളിപ്പോൾ റൂമിൽ നിൽക്കുകയാണ്, അപ്പോൾ അവിടെ പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി, ഫുള്ള് പുകയായിരിക്കുമല്ലോ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്?